ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കാർത്തിക മാസം അവസാനിക്കുന്ന ആ ഒരു ദിവസങ്ങളിലാണ്. ഇനി വരുന്ന 5 ദിവസത്തിനെ ഭീഷ്മ പഞ്ചകം എന്നാ പറയുക. ഭീഷ്മദേവരെടുത്ത കഠിനമായ വ്രതങ്ങളുടെ ദിവസമാണ് ഭീഷ്മ പഞ്ചകം. അതായത് ചില സമയത്ത് ഭക്തർ ചോദിക്കാറുണ്ട്, ഈ ആധ്യാത്മികതയുടെയൊക്കെ ആവശ്യമുണ്ടോ? എന്തിനാണിതൊക്കെ? ഇത് ഒരു തരം ലഹരിയാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വാക്കാണ് റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഫോർ ദ മാസസ്. പൊതുജനങ്ങളുടെ ഒരു ലഹരിയാണ് മതം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഓരോ ദിവസം നമ്മൾ ജീവിക്കുമ്പോഴും ബോധ്യപ്പെടുകയാണ്, ഈ ലോകത്ത് 100% ഉത്തരം ആരുടെ കയ്യിലും ഇല്ല. ആധ്യാത്മിക വ്യക്തികളുടെ കയ്യിൽ മാത്രമാണ് 100% ഉത്തരമുള്ളത്. വിദ്യ, ഇന്ന് കാലത്ത് എല്ലാവരും വിദ്യാസമ്പന്നരാണ്. വിദ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് പണ്ടത്തെ കാലഘട്ടമൊന്നല്ല. ഒത്തിരി ധനവും പല രീതിയിൽ ആൾക്കാർ സമ്പാദിക്കുന്നുണ്ട്. ഒന്നിനും വലിയ കുറവുകളില്ല. ഒരു കാലഘട്ടത്ത് ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. പഞ്ചം പട്ടിണി എല്ലാവരുടെ കയ്യിലും എല്ലാം ഏകദേശം ഉള്ള ഒരു കാലം. പക്ഷേ സമാധാനമില്ല. പരസ്പരം വഴക്കും മത്സരവും. ചില വീടുകളെല്ലാം എപ്പോഴും മുൾമുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ. ഈശ്വരനെ നമ്മുടെ ജീവിതത്തിൽ ചേർത്താൽ മാത്രമേ ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാവുള്ളൂ. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സത്സംഗങ്ങൾ നടത്തുകയും എല്ലാവരെയും ഭഗവത്ഗീത വായിച്ച് പണ്ഡിതരാവണം എന്ന് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതം മാറും എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ശ്രീരംഗം, തമിഴ്നാട്ടിലെ ട്രിച്ചിറാപ്പള്ളി ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ ഒരു അവസരം കിട്ടി. ഭീമാകാരമായ ഗോപുരമാണ്. ക്ഷേത്രത്തിനെ ചുറ്റിയും 4 മതിൽ ചുമരുകളുണ്ട്. ഈ മതിൽ ചുമരിനകത്ത് പണ്ട് കാലത്ത് ആദ്യത്തെ മതിൽ ചുമരിനകത്ത് പൂജാരിമാരും
പിന്നെ പാചകം ചെയ്യുന്നവരും, പിന്നെ പൂമാല കെട്ടുന്നവരും, ഇങ്ങനെയൊക്കെ അവർ താമസിക്കുമായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നത്. ഈ ക്ഷേത്രം തിരുമങ്കയാൾവാർ എന്ന് പറയുന്ന ഒരു രാജാവാണ് പ്രധാനമായിട്ട് ഈ ക്ഷേത്രം കെട്ടാൻ കാരണമായത്. ഒരു വിചിത്രമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഒരു വലിയ ചക്രവർത്തിയുടെ താഴെ കുഞ്ഞു നാട്ടുരാജാവായിരുന്നു. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ നാടുവാഴികൾ, നാട്ടുരാജാക്കന്മാർ, ജമീന്ദാറിനെ പോലെയൊക്കെ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ ചക്രവർത്തിക്ക് വേണ്ടി ടാക്സ് പിരിക്കുന്നതിൽ കുറച്ച് വെട്ടി അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യും. മോഷണം, അതൊക്കെ ഒരു കാലത്ത് കുറ്റകൃത്യമാണ്. ഇന്ന് ഇത്തരം കുറ്റങ്ങൾ ചെയ്യാത്ത ആരും തന്നെ ഇല്ല. ഭൂമിയിൽ ടാക്സ്, ഇപ്പോൾ സർക്കാരിന് അടയ്ക്കേണ്ട ടാക്സ്, അതിൽ ഒരു കള്ളത്തരം കാണിക്കുന്നത് ഇന്ന് കാലത്ത് അതൊരു തെറ്റൊന്നുമല്ല. പലരും അത് പഠിപ്പിക്കുന്നുമുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് ടാക്സ് വെട്ടിക്കാം. ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ കൃത്യമായി ടാക്സ് അടയ്ക്കുമോ? ഒരിക്കലുമില്ല. ഒരു കാലത്ത് ഇതൊക്കെ മഹാപാപമാണ്. ഇന്ന് അതിനൊക്കെ അങ്ങനെ പറയാൻ, ഇന്നൊരു സിഗരറ്റ് പിടിച്ചാൽ പോലും അതൊരു പാപമൊന്നല്ല. പിടിച്ചോ, പക്ഷേ നീ അതൊരു ശീലമാക്കണ്ട എന്ന് വേണം ആൾക്കാർ ഉപദേശം ചെയ്യാൻ. മോൻ വെളിയിൽ ചെന്ന് അല്പം മദ്യപിച്ചു, അത് IT-യിലൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ, അവർക്ക് മീറ്റിങ്ങും പാർട്ടിയൊക്കെ ഉണ്ടാകും. കുഴപ്പമൊന്നുമില്ല, അതൊന്നും ശീലമാക്കണ്ട, അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. കാലഘട്ടമൊക്കെ ഒരുപാട് മാറി. എല്ലാവരും ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 99% ആൾക്കാരും കലിയുഗത്തിൽ പാപികളാണ് അല്ലേ? എല്ലാവരും ടാക്സ് വെട്ടിക്കും, എല്ലാവരും കള്ളത്തരം ചെയ്യും. ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാത്ത രഹസ്യങ്ങൾ വൈഫിന് കാണും, വൈഫിൻ്റെ അടുത്ത് പറയാത്ത രഹസ്യങ്ങൾ ഹസ്ബൻഡിന് കാണും, മക്കൾക്ക് കാണും. 100% ഒരു ട്രാൻസ്പെറൻറ്റ് റിലേഷൻഷിപ്പ് ഒന്നും കലികാലത്തിലില്ല. എത്രയോ വീടുകളിൽ ഭർത്താവിനറിയാതെ ഭാര്യമാർ അല്പം പൈസയൊക്കെ ചേർത്ത് വയ്ക്കും. ഇതൊന്നും ഇന്ന് കാലത്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ജീവിത രീതിയെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഭാഗവതം പറയുന്നു, കലേർ ദോഷൻ ഇതേ രാജൻ. കലികാലത്ത് നല്ലത് ചീത്ത എന്നൊക്കെ ഒന്നുമില്ല, എല്ലാം ചീത്തയാണ്, എല്ലാമേ ചീത്തയാണ്. നമ്മളെല്ലാവരും 99% ആൾക്കാരും ഫ്രിഡ്ജിൽ ചോറ് വെച്ച് ചൂടാക്കി കഴിക്കുന്നവരാണ്. അത് തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആയുർവേദം ചൂടായി കഴിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടാക്കി കഴിക്കും അല്ലേ? ഭക്ഷണം കഴിച്ച കാലം നഷ്ടപ്പെട്ട് ഭക്ഷണ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളാരും ഫുഡ് കഴിക്കാറില്ല, ഫുഡ് പ്രോഡക്റ്റ്സാണ് കഴിക്കുന്നത്. എല്ലാം ഒരു ഫാക്ടറിയിൽ കയറി അല്പം രാസവസ്തുക്കളെല്ലാം ചേർത്തതിന് ശേഷം വരുന്നതാണ്. ഇങ്ങനത്തെയൊക്കെ ഒരിതാണ്. ഈശ്വരൻ്റെ ശരണമില്ലാതെ കലികാലത്തിൽ രക്ഷപ്പെടാൻ വേറെ മാർഗമേ ഇല്ല. കുറച്ച് സുഖമായി കഴിയുന്ന അവസ്ഥയിലായതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പരീക്ഷണ ഘട്ടം വരുമ്പോൾ, ഞങ്ങൾ ഇവിടെ ദിവസവും തിരുവനന്തപുരത്ത് ക്യാൻസർ ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് അന്നദാനം നടത്തുന്നു. അവിടെ ചെന്ന് ഓരോ കഥകൾ കേട്ട് കഴിഞ്ഞാൽ, 2 വയസ്സ് കുഞ്ഞിന് ക്യാൻസർ, എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പാരൻസ് ദിവസം ആ കുഞ്ഞിനെ കണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വയസ്സ് കുഞ്ഞിന് ക്യാൻസർ.
ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കീമോ കയറ്റണം. ആ കുഞ്ഞിനത് താങ്ങാൻ പറ്റില്ല. ആ കുഞ്ഞ് 3 ദിവസം കണ്ടിന്യൂസ് കരച്ചിലാണ്, നിർത്താതെ 3 ദിവസം. അത് കണ്ടിട്ട് അച്ഛനമ്മയും കരഞ്ഞുകൊണ്ടേ. അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് അറിയാം 6 മാസം 8 മാസത്തിൽ കുഞ്ഞു മരിക്കുമെന്നറിയാം. ചികിത്സ നിർത്താൻ പറ്റുമോ? ചികിത്സിക്കാതെ ഇരിക്കാൻ പറ്റുമോ? അതിനെ കൺമുമ്പേ കണ്ട് അത് നിലവിളിച്ച് വേദനയിൽ കരയുമ്പോൾ ഇവരൊരു മൂലക്കിരുന്ന് കരയും. ഇതിനൊക്കെ എന്ത് പോം വഴിയാ ഉള്ളത്? നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അത്രയാണ്. ഇന്നും നമ്മളത് അറിഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. ഭഗവാനല്ലാതെ വേറെ ഒരു ആശ്രയമില്ല ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും നാമജപം ചെയ്യണം. മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുകയും വേണം. വേറെ മാർഗമില്ല. അപ്പോൾ ഈ ശ്രീരംഗത്തിൽ ക്ഷേത്രം പണിത തിരുമങ്കയാൾവാർ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ വലം വെച്ച് വന്ന സമയത്ത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ആ സ്ത്രീയാണെങ്കിൽ രംഗനാഥസ്വാമിയുടെ വലിയ ഒരു ഭക്തയാണ്. അവർക്കിതിലൊന്നും താല്പര്യമില്ല. എന്നാലും രാജാവിൻ്റെ അടുത്ത് മുഖം മറച്ച് പറയാൻ പറ്റില്ലല്ലോ. രാജാവിന് ദേഷ്യം വരും. അദ്ദേഹം വന്ന് വിവാഹം കഴിച്ചോളാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ശരി ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? ദിവസവും 1000 വൈഷ്ണവർക്ക് ഊണ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. 1000 പേരെ കാല് തൊട്ട് തൊഴണം. 1000 വൈഷ്ണവരെ കാല് തൊട്ട് തൊഴണം. ഈ തിരുമങ്കയാൾവാർ രാജാവും അതൊരു ചാലഞ്ചായിട്ട് എടുത്തു. അദ്ദേഹം ദിവസം 1000 വൈഷ്ണവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അറിയാതെ അവർ ചെയ്ത സേവനം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ മാറ്റം വരുത്തി തുടങ്ങി. എനിക്കറിയാം, ഈ മാസവും നമ്മൾ ഒരുപാട് ഭക്തജനങ്ങൾ നാമജപമൊക്കെ ചെയ്ത് വിളക്കൊക്കെ ഭഗവാന് ദാമോദര വിളക്കൊക്കെ സമർപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് മനമാറ്റമുണ്ടാവും. ചെയ്യുന്നവർക്കും മനമാറ്റം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ദിവസവും 1000 വൈഷ്ണവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഇത് ചെയ്യുന്നു. ക്രമേണ 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 അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമായി. രംഗനാഥസ്വാമി ക്ഷേത്രം ഒന്ന് വലുതാക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. കൊറോണ കാലത്ത് ഈ സത്സംഗം തുടങ്ങിയതാ. ഇന്നും ആൾക്കാർ ബോറടിക്കാതെ വരുന്നു. എനിക്ക് തന്നെ തോന്നുന്നു ഇവർക്ക് ഇത്രയായിട്ട് ബോറടിച്ചില്ലേ. അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശുദ്ധം പരിശുദ്ധി ഉണ്ടാവുകയും ഭഗവാൻ കുടികൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ലൈഫിൽ ആരെങ്കിലും കഷ്ടപ്പാട്, എല്ലാവരും നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരിക്കും. ആരെങ്കിലും കഷ്ടവും സങ്കടമൊക്കെ പറയുമ്പോൾ നമ്മളെന്ത് പറയും? നാമം ജപിക്കും, എല്ലാം ശരിയാകും, ദിവസം 108 തവണ ജപിക്കണം, അങ്ങനെ എങ്ങനെയൊക്കെ നമ്മളിതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. അത്രയേ ഉള്ളൂ. നമ്മളെല്ലാം പരമാത്മാവിൻ്റെ കരുക്കളായി മാറുന്നു മറ്റുള്ളവരെ ജീവിതം ധന്യമാക്കാൻ. അതാരൊക്കെയോ പറയണം മടുപ്പില്ല എന്ന്. അത് ശരി, പക്ഷെ അവർ നാമം ചൊല്ലാൻ തയ്യാറല്ല. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും നമ്മൾ പറയുന്ന പോലെ കേൾക്കില്ലല്ലോ, അല്ലേ? പലപ്പോഴും നമ്മുടെ മനസ്സ് പോലും നമ്മൾ പറയുന്നത് അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാനൊരു ക്ഷേത്രം പണിയണം എന്ന ആഗ്രഹമായി. അദ്ദേഹം എന്ത് ചെയ്തു? ചക്രവർത്തിക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന പണം മുഴുവനും ഉപയോഗിച്ച് ക്ഷേത്രം പണിയാൻ തുടങ്ങി. സംശയമേയില്ല, എവിടെ ഭക്തജനങ്ങൾ പരിശുദ്ധമായ ഹൃദയത്തിൽ ഈശ്വരനെ കുറിച്ച് സംസാരിക്കുകയും
സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ അവിടെ ദൈവമുണ്ട്. ഒരു ദിവ്യദേശത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നു, ഈ പണ്ടുകാലത്ത് വീട്ടിലൊക്കെ മുറ്റം ഉണ്ടാവും, ചെറിയ ഒരു വെറാണ്ട പോലെ വാതിലിൻ്റെ പുറത്ത്, അവിടെയൊക്കെ 1-2 പേർക്ക് ഇരിക്കാനൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെ എല്ലാ വീടുകളിലും, ചെറിയ ചെറിയ വീടുകളിൽ പോലും അങ്ങനെ ഒരു വെറാണ്ട ഉണ്ടാവും. ആൾക്കാർ വന്നാൽ സ്ത്രീ, അന്നൊക്കെ കുഞ്ഞു വീടുകളായിരിക്കും, സ്ത്രീകൾ മാത്രമാണ് വീട്ടിനകത്ത് കാണുക. പുരുഷന്മാരും കാരണവന്മാരൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കട്ടിൽ വിട്ട് ഒരു ബെഞ്ച് വിട്ടിട്ട് അവിടെ തന്നെ ഇരിക്കും. ആരെങ്കിലൊക്കെ കാണാൻ വരുമ്പോൾ മുറ്റത്ത് തന്നെ ഇരുന്നൊക്കെ സംസാരിച്ചിട്ടൊക്കെ പിരിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഒരു രാത്രിയായപ്പോൾ ഒരു മഹാ ആചാര്യൻ ആ വഴിയെ പോകുന്നു. ആ ഗൃഹസ്ഥരുടെ വാതിലും മുട്ടി പറഞ്ഞു, രാത്രിയായി, ഞാൻ യാത്ര ചെയ്യുന്നില്ല. നിങ്ങളുടെ ഈ മുറ്റത്ത് ഈ ഒരു എന്താ പറയുക അതിന്, ആ വെറാണ്ടയിൽ ഞാൻ ഇരുന്നോട്ടെ, രാവിലെ ഞാൻ പോയിക്കോളാം. അതിനെന്താ, ഇരുന്നോളൂ, കിടന്നോളൂ എന്ന് പറഞ്ഞ് അവർ വാതിലടച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. ഇദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ ഭഗവാന്റെ കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയൊരു ആചാര്യൻ ആ വരാന്തയിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കും ലേറ്റായി, ഞാനും കൂടെ ഇവിടെ കൂടിക്കോട്ടെ. അപ്പോൾ ആദ്യത്തെ ആചാര്യൻ പറഞ്ഞു, ഒരാൾക്കാണെങ്കിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട്, 2 പേർക്കാണെങ്കിൽ ഇരിക്കാം, വരൂ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് 2 പേരും ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക. സമയം പോകുന്നതേ അറിയുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇനിയൊരു ആചാര്യൻ വന്നു, ഞാനും കൂടെ കൂടിക്കോട്ടെ, രാവിലെ പൊക്കോളാം. അപ്പോൾ ഇവർ പറഞ്ഞു, ഒരാൾക്ക് കിടക്കാം, 2 പേർക്ക് ഇരിക്കാം, 3 ആണെങ്കിൽ നമുക്ക് നിൽക്കാം. നിന്നിട്ട് അവർ ഇങ്ങനെ കീർത്തനം പാടുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഈ ഉന്തും തള്ളും തിരക്കും ഇടിയും, അവിടെ ഒട്ടും സ്ഥലമില്ല. ഇവർ നോക്കുമ്പോൾ ആരെയും കാണാനില്ല, പക്ഷേ അവിടെ സ്ഥലമില്ല. അപ്പോൾ ഇവർ ചോദിക്കുക, ആരെയും കാണാനില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ 3 പേരും ഇത്ര സന്തോഷത്തോട് എൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചാരമന്തി ച. എൻ്റെ കഥകൾ ഇത്ര സന്തോഷത്തോട് ചർച്ച ചെയ്യുമ്പോൾ ഞാനും കൂടാൻ വന്നതാ. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒരു ഞായറാഴ്ച രാത്രി 9 മണിക്ക് ഫോണും ക്യാമറയും തുറന്നു വെച്ച് നിങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ, അതാ ഭക്തി. ബാക്കിയുള്ളവരെല്ലാം സീരിയലും നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭഗവാനും അതിനകത്ത് കയറി. ഭഗവാൻ അവിടെ വന്നപ്പോൾ ദേവി ദേവഗണങ്ങൾ, ആ മുറ്റത്തിന് സ്ഥലമില്ല, പക്ഷെ അവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് സത്സംഗത്തിൻ്റെ മഹിമ. കൂടുമ്പോൾ മനസ്സങ്ങ് ലഘുവാകും, ഭാരമെല്ലാം കുറയും. അപ്പോൾ ഈ തിരുമങ്കയാൾവാർക്ക് ഭഗവാനൊരു ക്ഷേത്രം പണിയണമെന്നൊരാഗ്രഹം. അപ്പോൾ അദ്ദേഹം ക്ഷേത്രം പണിയാൻ തുടങ്ങി. പൈസ എവിടെ? പൈസയില്ല. രാജാവിന് അടയ്ക്കേണ്ട ആ നികുതി, ടാക്സ് പണം മുഴുവനും വെട്ടിച്ചു മാറ്റി, മോഷ്ടിച്ചു. അവസാനം അതും ഇല്ലാണ്ടായി. ഈ തിരുമങ്കയാൾവാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വാശിയായി. ഭഗവാന്റെ ക്ഷേത്രം കെട്ടി പൂർത്തീകരിച്ചേ മതിയാകൂ എന്നുള്ള വാശിയായി. അദ്ദേഹം എന്ത് ചെയ്തു? നാട്ടുകാരുടെ വീട്ടിൽ കയറി മോഷണം തുടങ്ങി. അമ്പലം പൂർത്തിയാവാൻ വേണ്ടി തൻ്റെ സ്വന്തം പ്രജകളുടെ വീട്ടിൽ തന്നെ മോഷണവും തുടങ്ങി. ഭഗവാൻ വിചാരിച്ചു, ഇത് ഭക്തി മൂത്ത് ഭ്രാന്തായല്ലോ, അമ്പലം പണിയാൻ വേണ്ടിയിട്ട് പ്രജകളുടെ വീട്ടിലൊക്കെ മോഷണം ചെയ്യാണല്ലോ. ഉടനെ ഭഗവാൻ നാരായണനും ലക്ഷ്മി മാതാവും ലക്ഷ്മി ദേവിയും വിവാഹ ദമ്പതികളെ പോലെ രൂപം മാറി കാട്ടിൽ കൂടെ യാത്ര ചെയ്യാൻ. കാരണം ഈ തിരുമങ്കയാൾവാർ പിന്നെ ഒരു മഹാകൊള്ളക്കാരനായി മാറി. പ്രജകളുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുക, കാട്ടുവഴിയെ പോകുന്ന സംഘത്തിനെ കൊള്ളയടിക്കുക, എല്ലാവർക്കും അദ്ദേഹത്തിന് പേടിയായി തുടങ്ങി. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇത് ശരിയല്ലല്ലോ. ഭഗവാൻ തന്നെ ഒരു കല്യാണഗോഷ്ഠിയായി മാറി കാട്ടുവഴിയെ പോന്നു. തിരുമങ്കയാൾവാറും സംഘവും അവരെ തടഞ്ഞിട്ട് ഉള്ളതെല്ലാം തന്നാലേ വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ദേവി എടുത്ത് ഭഗവാൻ കൊടുക്കാൻ പറഞ്ഞു എല്ലാം. അതായത് ഇനി നീ മോഷ്ടിക്കാൻ പാടില്ല, ഇതാണ് നിൻ്റെ അവസാനത്തെ മോഷണം.
ഈ പൈസയും കൊണ്ടുപോയി അമ്പലം കെട്ടി പൂർത്തീകരിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ തിരുമങ്കയാൾവാർക്ക് അറിയില്ല, നാരായണനും ലക്ഷ്മി ദേവിയുമാ വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഭഗവാന്റെ അടുത്ത് തന്നെ മോഷ്ടിച്ചു ആൾ, എല്ലാം മോഷ്ടിച്ച് ഉള്ളതെല്ലാം പറക്കിയെടുത്ത് തിരിഞ്ഞപ്പോഴാണ് കാലിൽ, ഈ ചില കുടുംബങ്ങളിലൊക്കെ വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ പുരുഷൻ്റെ കാലിലൊക്കെ ഒരു റിങ് ഇടും. അത് എല്ലാ സമ്പ്രദായത്തിലും ഇല്ല, ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. മോതിരം കയ്യിലിടുന്ന പോലെ കാലിലും കൂടെ ഒരു സാധനം ഇടും. എന്താ അത്, എന്തോ പേര് ആരോ, മിഞ്ചി എന്തോ ഒരു സാധനം, എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് കാലിലൊക്കെ ഇടും. അത് നോക്കിയപ്പോൾ നല്ല രത്നങ്ങളൊക്കെ പതിച്ചങ്ങ് തിളങ്ങുക ആ സാധനം. തിരുമങ്കയാൾവാർ മോഷണം ചെയ്തിട്ട് എന്ത് ചെയ്തോ, ഇനി ഇതും കൂടെ എന്തിനാന്ന് പറഞ്ഞ് ആ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കാലിലിരുന്ന ആ സാധനം പിടിച്ച് വലിക്കാൻ നോക്കുന്നു. സാധനം വരുന്നില്ല. ചിലപ്പോൾ ഒക്കെ ടൈറ്റായിരിക്കുമല്ലോ, ഇത് വരുന്നില്ല, ഈ സാധനം ഇങ്ങനെ പുറത്ത് വരുന്നില്ല. ഉടനെ ഈ മഹാകള്ളനായ പരമഭക്തനായ തിരുമങ്കയാൾവാർ എന്ത് ചെയ്തു, ഭഗവാന്റെ പാദമെടുത്ത് വായിൽ വെച്ച് കടിച്ച് വലിക്കാൻ ശ്രമിച്ചു. എന്താ പറയുക, വായിലൊക്കെ വെച്ച് കടിച്ച് വലിക്കുക. പക്ഷെ ഭഗവാന്റെ പാദം തൻ്റെ വായിൽ തട്ടിയ ഉടനെ മഹാസാക്ഷാത്കാരമുണ്ടായി. എൻ്റെ മുമ്പേ നിൽക്കുന്നത് 14 ലോകവും അണ്ടചരാചരങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതും 33 കോടി ദേവീദേവഗണങ്ങളെയും നിയന്ത്രിക്കുന്ന സർവേശ്വരനാ. ഞാൻ എന്ത് പാപം ചെയ്തു, തലയിലടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ മഹാപാപം ചെയ്തു. ഭഗവാൻ പറഞ്ഞു, ശരി, നിൻ്റെ സേവയൊക്കെ നമുക്കിഷ്ടമായി, പക്ഷെ മോഷണം നിർത്തണം. എൻ്റെ ഭക്തന്മാരെയും നാട്ടുകാരെയും ഒന്നും ഉപദ്രവിക്കരുത്. നിനക്കിനി അമ്പലം പൂർത്തിയാവാൻ എത്ര പൈസ വേണമോ ഭഗവാൻ തന്നെ പറഞ്ഞു, ഞാൻ തരാം. അങ്ങനെ ആ തിരുമങ്കയാൾവാർ ആ മഹാക്ഷേത്രം കെട്ടി ഇത് ചെയ്തു. ഈ ആത്മീകമല്ലാതെ ഇന്ന് കാലഘട്ടത്ത് ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറെ ഒന്നുമില്ല മാർഗം. വിചിത്രമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതും ഇതെല്ലാം ഇല്ലാതെ ഇപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ വേറെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. മഴ കൂടുന്നു, വെയിൽ കൂടുന്നു, തണുപ്പ് കൂടുന്നു. പണ്ടൊക്കെ 20 കൊല്ലം 30 കൊല്ലത്തിലൊരിക്കലാണ് വെള്ളപ്പൊക്കവും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇന്നൊക്കെ വർഷാവർഷമുണ്ട്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടായി, അവിടെ മഴയില്ല, ഇവിടെ മഴയാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ പ്രകൃതി വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഡൽഹി നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനം പൊതുജനങ്ങൾക്ക് താമസിക്കാൻ യോഗ്യതയുള്ള സ്ഥലമല്ല. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ച് കാണും, ന്യൂസിൽ കേട്ട് കാണും. ഡൽഹി ഈസ് ഹൈലി പൊല്യൂട്ടഡ്. അത്രയും മാലിന്യങ്ങൾ, ഇനി മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അത്രയ്ക്കും പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതാ ഭാഗവതം പറയുന്നത്, ഇനി കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ പ്രായേന അല്പായുഷസഭ്യ യുഗേ, എന്താ പറയുക, പ്രായേന അല്പായുഷസഭ്യ, അടുത്ത വരി മറന്നുപോയല്ലോ, മന്ദാ സുമന്ദ മതയോ മന്ദഭാഗ്യഹി ഉപദ്രുത. എല്ലാവരും അല്പായുസുക്കളായിരിക്കും, ഭാഗ്യഹീനന്മാരായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നാമജപം ചെയ്തിട്ട് സാധിക്കുമെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഒരു സദ്ഗുരുവിലിരുന്ന് ദീക്ഷയും മേടിക്കണം. എങ്ങനെയാണോ ഭൗതിക ലോകത്തിൽ ഒരു അധ്യാപകനില്ലാതെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സാധിക്കില്ല. ഞാൻ എൻജിനീയറാ, ഏത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു, ഞാൻ കോളേജിലൊന്നും പോയില്ല, പഴയ മാർക്കറ്റിൽ നിന്ന് പുസ്തകം വാങ്ങിച്ച് സ്വന്തം പഠിച്ച് ഞാനൊരു ഡോക്ടറാണ്, ഞാൻ വന്ന് ഇഞ്ചക്ഷൻ തരാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കയ്യോ കാലോ നീട്ടോ? ഇല്ല. ഭൗതിക വിദ്യയ്ക്ക് പോലും ഒരു സ്ഥാപനം വേണം, ഒരു അധ്യാപകൻ വേണം, ഒരു ബിരുദ് വേണം, ഇതൊക്കെ അംഗീകരിക്കണം. അതേപോലെ ആധ്യാത്മിക ജീവിതത്തിലും ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആധ്യാത്മിക ആചാര്യനെ ഗുരു എന്ന് പറയുന്നത്.
ശരി, നോക്കട്ടെ. നമ്മുടെ ഓൺലൈനിൽ ഇത്രയും പേരുണ്ടല്ലോ. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമെങ്കിൽ മെസ്സേജ് ഇടുക. ഈ ഗുരു എന്ന വാക്ക് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, പുതിയ വാക്കൊന്നല്ല. ഗുരു എന്നത് നമുക്ക് നല്ല പരിചയമുള്ള. ഈ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിലിടുക. ഗുരു എന്ന് വെച്ചാൽ ടീച്ചർ, അതെനിക്കറിയാം. ടീച്ചർ എന്നല്ല, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം, ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഇരുട്ടിനെ വെളിച്ചമാക്കുന്നത്. ഓക്കെ, കുറച്ച് ശരിയാണ്, എന്നാലും കൃത്യമായില്ല. ഗുരു എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് കല്യാൺ സിൽസിൻ്റെ മുണ്ടും സാരിയും തരുന്നതാണ്. ഗുരു എന്ന വാക്കിന് സ്പിരിച്വൽ ലീഡർ, വെളിച്ചം, കറക്റ്റ്. മംഗളാജി, ശരിയായ ഉത്തരം. ഗുരു എന്ന് വെച്ചാൽ ഭാരം, വെയിറ്റ് എന്നാണ്. ലഘു എന്ന് കേട്ടിട്ടുണ്ടോ? ലഘുഭക്ഷണം. ലഘു എന്ന് വെച്ചാൽ ലൈറ്റും ഗുരു എന്ന് വെച്ചാൽ വെയിറ്റും ഓപ്പോസിറ്റാണ്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം എന്നാണ്. എന്തിനാ അങ്ങനെ ഒരു അർത്ഥം, അല്ലെങ്കിൽ ആ വാക്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ വീട്ടിൽ ഏതെങ്കിലും കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് ആരെങ്കിലും പോയി ഭാരം എന്ന് പേര് വയ്ക്കുമോ? വെയിറ്റ് എന്ന് പേര് വയ്ക്കുമോ? ഇല്ലേ? എന്താണ് അത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എനിക്ക് പല ലക്ഷം രൂപ കടമുണ്ട്. കടം മേടിച്ച് തിരിച്ചടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് പറയുമോ, നിൻ്റെ കടമെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ അടയ്ക്കാം എന്ന് വെളിയിലത്തെ ആരെങ്കിലും വന്ന് പറയുമോ? ഒരിക്കലും ചിലപ്പോൾ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ചിലപ്പം ചെയ്തെന്ന് വരും. വെളിയിലത്തെ ആൾക്കാരും നമ്മുടെ കടബാധ്യത ഏറ്റെടുക്കില്ല. അത് ഒരു ഭാരമാണ്. അതേപോലെ നമ്മളൊരു സദ്ഗുരു, ശരിയായ ഗുരുവിനെ ശരണം പ്രാപിക്കുന്ന നേരത്ത് ആ ഗുരു നമ്മുടെ കർമ്മം 3 തരത്തിലാണ്. കർമ്മം എന്ന് പറയുന്നത് 3: കൂട്ടം, ബീജം, പ്രാരാബ്ധം. വിത്ത്, മൊട്ട്, അതായത് ബഡ്, സീഡ്, ബഡ്, ഫ്ലവർ. കൂടം, ബീജം, പ്രാരാബ്ധം. ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ്. ആവനാഴിയിലുള്ള അമ്പ്, വില്ലിൽ വെച്ച അമ്പ്, വിട്ട അമ്പ്. ഇങ്ങനെ 3 തരത്തിലാ കർമ്മം. നമ്മൾ എത്രയോ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു കൂട്ടിയതൊക്കെ ബാക്കിലുണ്ട്. കൂടം, ബീജം, ബഡ് ആൻഡ് സീഡ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് പുഷ്പിച്ച കർമ്മം, ഫ്ലവറായത്. ഈ കർമ്മം പൂത്ത് കഴിഞ്ഞു. എനിക്കിവിടെ സ്ക്രീനിൽ കാണാം റീന സഞ്ജീവ് ജി. അപ്പോൾ ആ റീന എന്ന് പറയുന്ന കർമ്മം പൂത്ത് കഴിഞ്ഞു, ഓപ്പണായി. അപ്പോൾ അതിന് മിസ്റ്റർ സഞ്ജീവാണ് ഭർത്താവ്, ഇന്ന ആൾക്കാരാണ് മക്കൾ, ഇതാണ് ജോലി, ഹസ്ബൻഡിൻ്റെ ജോലി ഇതാണ്, 60ാമത്തെ വയസ്സിൽ ഇന്ന അസുഖം വരണം, 50ാം വയസ്സിൽ ഇത്ര പണം കിട്ടണം, പാപം പുണ്യം. ഈ കർമ്മം പൂത്ത് കഴിഞ്ഞു, ഫ്ലവർ. ഈ കർമ്മത്തിനെ ഭഗവാൻ മാറ്റില്ല. മാറ്റിയാൽ എന്ത് സംഭവിക്കും? നാളെ മുതൽ ഭർത്താവ് ഭർത്താവല്ല, മക്കളല്ല, എൻ്റെ ശരീരം പോലും എൻ്റെതല്ല. അപ്പോൾ അത് സമൂഹത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി വിടർന്ന കർമ്മത്തിനെ ഭഗവാൻ എഫക്റ്റ് കുറയ്ക്കും, മാറ്റില്ല. പക്ഷെ ഇനി ബാക്കിൽ കിടക്കുന്നുണ്ടല്ലോ കൂടവും ബീജവുമായിട്ട് 1000 അതിനെ മുഴുവനും ഭഗവാൻ കത്തിക്കും. അപ്പോൾ ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം. എന്താണ്? ഒരാൾ, ഒരു ശിഷ്യൻ ചെന്ന് ഗുരുവിനെ, അതായത് ഞാൻ പറയുന്നത് ഇന്ന് കാലത്തുള്ള കള്ളഗുരുക്കന്മാരല്ല, സത്യസന്ധമായി ഭഗവാന് വേണ്ടി അടിയറ വെച്ച് ഭഗവാനെ മാത്രം പൂജിച്ച് വേറെ ഒന്നിലും താല്പര്യമില്ലാത്ത ആൾക്കാർ, അവരെ ചെന്ന് ശരണം പ്രാപിക്കുമ്പോൾ നമ്മുടെ കൂടവും ബീജവുമായ ആ പഴയ കർമ്മങ്ങളെ മുഴുവൻ അങ്ങ് കത്തിച്ച് ഭസ്മീകരിച്ച്, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിനെ ധന്യമാക്കി വിടുകയാണ്. ഇനി നിങ്ങൾ നാമവും ജപിച്ച് പുതിയ പാപങ്ങളൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകൂ എന്നങ്ങ് ഏൽപ്പിച്ചു വിടുക. ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ
ഇങ്ങനെ നമ്മുടെ പാപമെല്ലാം ഏറ്റുവാങ്ങിക്കാൻ ഒരാളും മുന്നോട്ട് വരില്ല. ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആരും തന്നെ മുന്നോട്ട് വരില്ല. അതുകൊണ്ടാണ് ഭാരം അവർക്ക് കൊടുക്കുന്നു. ആ ഗുരുവിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നമ്മുടെ പാപകർമ്മമെല്ലാം ചുമക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വല്ല മാസ ശമ്പളം കിട്ടോ? ഒന്നുമില്ല. ആ ഒരു പാപം ഏറ്റെടുക്കുന്നത് കൊണ്ടും ആ ഒരു നന്ദി നമുക്ക് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരുവിന് ഭാരം എന്ന വാക്ക്. അദ്ദേഹം എന്താ, ശങ്കരാചാര്യരും രാമാനുജാചാര്യ ഇവരൊക്കെ എന്ത് ചെയ്തു? ഗ്രാമങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി അവരെയൊക്കെ വൃത്തിയാക്കി ആ അഴുക്കെല്ലാം അവർ ഏറ്റെടുക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വർഷം പൂട്ടിയിട്ട വീടിനെ നമ്മൾ പോയി വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കുമ്പോൾ ആ അഴുക്കെല്ലാം നമ്മുടെ മീതെ വീഴും. ചിലപ്പോൾ ജലദോഷം, പനിയും, തുമ്മലും ഒക്കെ വരും. അതിനെ വൃത്തിയാക്കാൻ പോയതാ, അത് മൊത്തം നമ്മുടെ മേലെ വരും. അതേപോലെ എത്രയോ ജന്മങ്ങളായി നമ്മൾ ഉണ്ടാക്കിയ പാപപുണ്യമെല്ലാം മഹാഭാഗ്യം ഒരു ജന്മത്തിൽ നമുക്കൊരു സദ്ഗുരു കിട്ടുന്നത്. അങ്ങനെ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ വൃത്തിയാക്കിയ ആ പാപമെല്ലാം അദ്ദേഹം ഏറ്റെടുക്കുന്നു. ഇപ്പം നമുക്കെല്ലാവർക്കും സ്വാമി പ്രഭുപാദറാണ് നമ്മുടെ പരമാചാര്യൻ. കാരണം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജീവിതത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഇപ്പോഴും ഉണ്ട് ഭൂമിയിൽ കുറേ പേര്. പക്ഷെ അവർക്കൊക്കെ 70-75 വയസ്സായി. അങ്ങനെ സദ്ഗുരുക്കന്മാരിലിരുന്ന് അനുഗ്രഹം നേടണം. സോ എല്ലാവർക്കും കാർത്തിക മാസ ആശംസകൾ. തുടർന്ന് നാമജപിക്കുക, ഭഗവത്ഗീതയൊക്കെ വായിക്കുക. വീണ്ടും അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു.